ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസമിൻ്റെ വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ, ഉച്ചയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കുട്ടി ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ദാഴ്ചയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ഇതുപോലൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് വാവയെ കൊണ്ട് കൊടുപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മളൊരു ഫ്ലവർ ബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ഫ്ലവർ വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി. പക്ഷേ മുഖത്ത് വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി. അപ്പോൾ ഇച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ആൾക്ക് സ്റ്റൂവും ബ്രെഡോ അല്ലെങ്കിൽ വെള്ളയപ്പോ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റം തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് രാവിലെ എനിക്ക് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ഡാഡേ മോനെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുത്ത് വെച്ച് കളിയാട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നോളും. ആരെങ്കിലും ഒന്ന് അടുത്തിരുന്ന് കൊടുത്താൽ മതി. അവൻ്റേതായ രീതിയിൽ ചപ്പാത്തിയുടെ കോലും പലകയൊക്കെ എടുത്ത് വെച്ച് പരത്തിയൊക്കെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ കുറച്ച് നേരം ഞാനും കൂടി. പിന്നെ ഇന്ന് രാവിലെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റൂ എന്തായാലും റെഡി ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ ബ്രെഡാണല്ലോ, അപ്പോൾ നമുക്ക് ആ ടൈം ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇച്ചിരി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന പോലെ അത്ര ടേസ്റ്റിലൊന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ ഞാനിത് യൂട്യൂബൊക്കെ നോക്കി എൻ്റേതായ രീതിയിലാട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു, വലിയ കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെറിയ കറിയാണെങ്കിൽ കൂടി അത് കഴിച്ചിട്ട് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ചുകൂടി ബെറ്ററായി വരുന്നത്. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. എനിക്കും വലിയ കുഴപ്പമില്ല കേട്ടോ, തരക്കേടില്ലാതെ ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ വർഷവും കൊടുക്കാറുള്ളതാട്ടോ ഒരു ഡ്രസ്സ്. തുടക്കാൻ പറ. ബ്രഷ് എടുത്തില്ലെന്ന് കരുതിയാ? അതെന്താണ് ഇഷ്ടായോ? ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ സെറ്റായിട്ട് തന്നെയായിട്ട് എടുത്ത് കൊടുക്കാറ്. ഇന്നർ വെയേഴ്സും സോക്സും എല്ലാം ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ആൾ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഈ കളർ ഉച്ചയ്ക്കില്ല, ഈ കളർ ഷർട്ടില്ല. അപ്പോൾ റെഡിയായി ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരും, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ മക്ക ബിരിയാണി ആട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ഒന്നും ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. നല്ല സ്പീഡിലായിരുന്നു. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഇതെല്ലാം കുക്ക് ചെയ്യണം. എനിക്കൊന്ന് ഫ്രഷ് ആവണം. എന്തായാലും ഒരു 1:15-1:30 എത്തും കേട്ടോ. അതിനുള്ളിൽ ഇതെല്ലാം കഴിയണം. അതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കുട്ടി ഷോർട്സ് എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വാവയുണ്ടല്ലോ, അവനും എൻ്റെ കൂടെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു. അവനെ എടുത്തിട്ടും ഒക്കെ ആട്ടോ ഞാനിത് ചെയ്തു തീർത്തത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉച്ചയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടി പായസം കൂടി ഉണ്ടാക്കി കേട്ടോ. പായസം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി, കാരണം പാല് കൂടിപ്പോയി. അപ്പോൾ എന്നാലും ഞങ്ങൾ കഴിച്ചു കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, അവന് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിരിയാണി പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലാട്ടോ ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും സ്പെഷ്യലായിട്ട് ഇതിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇതൊന്ന് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി ഓവനിൽ വെച്ചിട്ട്. ഓവർ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കലം പൊട്ടിപ്പോയാലെന്ന് കരുതി ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ബിരിയാണി ഒന്ന് വേഗം സെറ്റ് ചെയ്തു, കാരണം ഒരു 1 അവറെങ്കിലും ഈ കലത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാലേ ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ബിരിയാണി റെഡി ആയ ഉടൻ തന്നെ ഞാൻ കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ലെഗ് പീസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് പിന്നെ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ഞാനതങ്ങ് മാറ്റി വെച്ചു. ബാക്കി കാര്യങ്ങൾ പിന്നെ ആയാലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു 12 മണിക്ക് മുന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾ വന്നപ്പോഴേക്കും ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം ഇരുന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബിരിയാണി പോട്ട് നമ്മളിവിടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പോയപ്പോൾ കണ്ടു വെച്ചിരുന്നതാണ്. തലേ ദിവസം പോയി ഞാനും വാവയും കൂടി വാങ്ങി. അപ്പോൾ ഇച്ചിക്ക് അറിയില്ല കേട്ടോ, ഇത് വാങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതും അങ്ങനെ കൊടുക്കുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമല്ലോ, ഇങ്ങനെ ടേസ്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ.
അപ്പോൾ എനിക്കത് വെളിച്ചം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ മോൻ എനിക്ക് ടോർച്ചൊക്കെ അടിച്ച് തന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ബാക്കിയുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാക്സിമം ഞാൻ എൻ്റെ പറ്റുന്ന പോലെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. എനിക്കെന്തോ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാനും വാവയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ കിച്ചൺ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണിയൊക്കെ ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലേറ്റ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തു നോക്കാം. മട്ക ബിരിയാണി ആളിതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ആളിടില്ല കേട്ടോ. പിന്നെ ആൾക്ക് സന്തോഷമാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുത്തു നോക്കാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇതിൽ കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇത്ര ടേസ്റ്റ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. സാധാരണ നമ്മൾ വിചാരിക്കും ഈ മൺകലത്തിലാക്കി എന്ത് ഇത്ര ടേസ്റ്റ് വരാമെന്ന്. പക്ഷെ അടിപൊളിയാട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. 1 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മളതിൽ വെക്കണം, എന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മോനിതാ ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. സൂപ്പറാണ്. അപ്പോൾ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ പപ്പടവും സലാഡും പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറും ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. പിന്നെ കൂടെ നമ്മുടെ പായസവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇച്ചി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചയുടെ 30ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു 30 ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വില കൂടിയതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. 1-2 ഐറ്റം നല്ല ബ്രാൻഡ് നോക്കിയിട്ടും ബാക്കി നോർമൽ നമുക്ക് ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അങ്ങനെ 30 ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ കുറേ ട്രഷർ ഹണ്ട് പോലെയാട്ടോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയിട്ട് ഞാനതെങ്ങനെ ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച്, ഞാൻ ഇച്ചിക്ക് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് ക്ലൂസൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുത്തിടാനായിട്ട് നിങ്ങളെ കാണിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ ഓൾറെഡി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ മാറിപ്പോവാതെ അതാത് സ്ഥലങ്ങളിൽ വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഒരുപാട് ഇപ്പോൾ ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ അതുമല്ല അതും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം പോവില്ലേ. അപ്പോൾ വാവ ഉറങ്ങുന്ന ടൈമിലാട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ക്ലൂ ഈ മരത്തിനടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ആകെയുള്ളൊരു എന്താ പറയുക, ഒരു മരുപ്പച്ചയാണെന്ന് പറയാം, മരുഭൂമിയിൽ. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ചെടിയൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് സിജോ കേട്ടോ. സിജോ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഇവിടെ നമ്മുടെ ഒരു കാർഡൊന്നും ഇല്ലല്ലോ ഓൺലൈൻ വാങ്ങിക്കാനായിട്ട്. എൻ്റെ പേരിലല്ല, ഇച്ചിയുടെ പേരിലാണ് മറ്റേ നമ്മുടെ ATM കാർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വെച്ചോ അറിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്യാനൊക്കെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി മാത്രം. കുറച്ച് ബലൂൺസൊക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും വാവയും കൂടി. പിന്നെ അവന് ഞാൻ കുറച്ച് സ്നാക്സും പാലൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടോ. കാരണം ഈ ക്ലൂ ഒക്കെ എപ്പോൾ വായിച്ച് തീരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അവന് വിശക്കേണ്ട കരയണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഡോറിൽ ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊരു തോട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു 7:30 ആയപ്പോഴായിട്ട് ഉച്ച വന്നത്. ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോഴേക്കും എനിക്ക് വിശപ്പൊക്കെ തുടങ്ങിയിട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇത്രയും പണി ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്. ഇത് മുഴുവൻ പാക്ക് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒളിപ്പിച്ച് കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കൊണ്ടേ കൊടുക്കാം. പൊന്നാടി എന്താന്ന് ചോദിക്കണില്ലേ? മോനെന്ന് നട്ടം തിരിയും ബേക്കോടെ.
അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പര്യായം വെച്ചിട്ടാട്ടോ എഴുതിയത്, ആൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചത് ആളിതാ ഗിഫ്റ്റ് ഫസ്റ്റ് ക്ലൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ക്ലൂസ് ഒന്നും നിങ്ങളെ കാണിക്കാത്തത്, വല്ല പൊട്ടത്തരമൊക്കെയാണെന്ന് നിങ്ങൾ ചിരിക്കണ്ടല്ലോ എന്ന് കരുതി കേട്ടോ നിങ്ങളെ കൂടി കാണിക്കാത്തത്. അപ്പോൾ 30 ക്ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അത് സക്സസ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വെച്ചത് നമ്മളുടെ ഡയറി മിൽക്ക് ആട്ടോ, നമ്മളുടെ എന്താ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഡയറി മിൽക്കില്ലേ, അതാട്ടോ നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഞാൻ ലാസ്റ്റ് എല്ലാവരും കൂടി ഒന്നിച്ച് കാണിച്ചു തരാം. ഗിഫ്റ്റ് എല്ലാം കൊണ്ട് ലാസ്റ്റ് പൊട്ടിക്കാം. തുറക്കൊന്ന് ചെക്ക. ഇതൊന്നാണ്. ഈ ക്ലൂസ് വായിക്കുമ്പോഴാട്ടോ എനിക്കത് ഓർമ്മ വരിക. ഞാൻ മറന്നു പോയിട്ടുണ്ടാവും, കാരണം ഇത്രയും അധികം ഉണ്ടായിരുന്നല്ലോ. അപ്പിച്ച് വായിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ക്ലൂ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആൻസർ അടുത്തെത്തിന്ന് കഴിയുമ്പോൾ ഞാൻ പറയും പോയി നോക്ക്. പിന്നെ ഞാൻ ചൂടും തണുപ്പും അങ്ങനെ പറഞ്ഞു കൊടുക്കും. അടുത്തെത്താകുമ്പോൾ ചൂടാണെന്ന് പറയും, അല്ലെങ്കിൽ തണുപ്പാണെന്ന് പറയും. എങ്കിലല്ലേ ഇത് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ ഷുഗർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂടും തണുപ്പും ചൂട് തണുപ്പ് അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗിഫ്റ്റിൻ്റെ കൂടെ ഓരോ ക്ലൂസ്, അടുത്ത ഗിഫ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്ലൂസ് സോൾവ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ. ഇത്രയും ഗിഫ്റ്റ് കണ്ടെത്തി വരുമ്പോഴേക്കും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ മൊത്തം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. ഇപ്പോൾ കാണുന്നവർക്ക് വിചാരിക്കും കേട്ടോ എന്തിനാ ഇത്ര പാട് കഴിക്കുന്നതെന്ന്, ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ പോരെയെന്ന്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, അവരിതിങ്ങനെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് അവരെ ഒരു ഹാപ്പിനെസ് ഒക്കെ മുഖത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഉച്ചയ്ക്ക് അങ്ങനെ എന്താ പറയുക സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേ ടൈമിലാണ് ഇങ്ങനെയൊക്കെ പറ്റാറ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാനത് നിങ്ങളെയും കൂടി കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ കുറച്ച് ഗിഫ്റ്റൊക്കെ ആൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലൂ എന്ന് പറയുന്നത് നമ്മളുടെ കിലുക്കം സിനിമയിലെ കാമധേനു ലോട്ടറി റിസൾട്ട് ഉണ്ടല്ലോ, അതിൽ ആ കറക്റ്റ് നമ്പർ തെറ്റാതെ പറയണം കേട്ടോ. നാട്ടിലേക്ക് വിളിച്ചിട്ട് പറയണം. അപ്പോൾ അനിയനെ കേട്ടോ, അനിയൻ്റെ നമ്പറാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ച് കറക്റ്റ് നമ്പർ കൊടുത്താൽ മാത്രമേ അടുത്ത ഗിഫ്റ്റിലേക്കുള്ള ക്ലൂ അവനാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങൾ കേട്ടോളൂ. നോക്കിയൊക്കെ അവനെ വിളിക്കുക, എന്നിട്ട് നോക്കിയാൽ മതി. വിളിക്കാൻ അവൻ സമയം പോയി അവിടെ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എടാ പറയടാ. ലോട്ടറി റിസൾട്ട് പറഞ്ഞ നീ നോക്കടാ, നീ കണ്ടില്ലടാ. 1 3 ക്യാമറ പോയില്ല. ചെന്നിരിക്കുന്നാലേ എനിക്ക് കിട്ടുള്ളൂ. 1 കൂടി സിനിമ കണ്ടാള.
കണ്ടാലേ കിട്ടുള്ളൂ. നിനക്കൊന്ന് ഒറ്റ വിളിച്ചിരുന്നെങ്കിൽ വീഡിയോയിലുണ്ടാവൂന്ന്. നമ്മൾ ആ ഒരു മൂവിയുടെ ആ ഒരു സീനൊന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്പർ നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ അത് കാണാനുള്ളൊരു ക്ഷമയൊന്നും ഇച്ചിക്ക് ഉണ്ടായില്ല കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനിടയിൽ മോൻ നല്ല കളിയായിരുന്നു കേട്ടോ. ഇച്ചി വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ കുറച്ച് സമയമല്ലേ ആളുടെ കൂടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാനായിട്ട്. അപ്പോൾ അവൻ അതിനിടയിൽ കളിക്കുന്നുമുണ്ട്. അപ്പോൾ പറയുന്ന നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയമൊക്കെ പോയി കേട്ടോ. കേട്ടിട്ടുണ്ട്. അത് നോട്ട് എവിടെയെങ്കിലും കറക്റ്റ് പറയാതെ തരൂല. ഇവിടെ എനിക്ക് എന്തൊക്കെ നോക്കണമെന്ന് അറിയോ? ഇവിടെ കിച്ചൺ സെറ്റ് തുറന്നു കൊടുക്കാം. അവന്റെ വണ്ടിയൊക്കെ ഞാൻ ഓടിക്കണം. അപ്പം മോൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് കാണാതെ പറയാൻ നിന്നില്ല കേട്ടോ. ഒരു പേനയൊക്കെ എടുത്ത് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയതാ. ആ വീഡിയോ ഒന്ന് കണ്ട് അത് പെട്ടെന്നൊന്ന് എഴുതിയെടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു എഴുതി വെക്ക്. 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ടോ. അപ്പോൾ ഒരു നമ്പർ എപ്പോഴും മിസ്സാകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു എന്താ പറയുക, ഒരു മറ്റേ ക്രയോൺസ് എടുത്ത് കൊടുത്തിട്ട് അതൊന്ന് എഴുതിയെടുത്തു കേട്ടോ. വീഡിയോയിൽ വാ. 2 0 0 7 8 ഇതുവരെ ശരിയാണോ? ഇതുവരെ ശരിയാണോ? 4 3 ഇത് മറ്റേ ഞാൻ വിചാരിച്ച ഇതാണെന്ന്. കഴിഞ്ഞ NBTV-യുടെ സ്റ്റീഫ് വിചാരിക്കണ പോലെ അല്ല. എല്ലാം പൊട്ടിച്ചിട്ടില്ലടാ. ആ ഇവിടെ മൊത്തം ചെയ്യാറുന്നടാ. ഇവിടെ ഇടിച്ചൊക്കെ ഞാൻ വരുമ്പോ തരാണ്. ഇതിന്റെ ഉള്ളിലാ കൊറേ കാറുണ്ട്. അങ്ങനെ ഏത് മൂട് ഞാൻ നിന്നെ തൊട്ട് അടുത്താണ് താമസിക്കുന്നത്. എനിക്കെന്നെ പരിചയമുണ്ടായില്ല. ലിഫ്റ്റിന്റെ വലതുഭാഗത്താണ് എൻ്റെ താമസം. എൻ്റെ മക്കളുടെ പുറത്താ മുടി കേട്ടിട്ടുണ്ട് പോവാ. ആ ടാറ്റ ബൈ ബൈ ചെയ്യൂ. ശരി ഞാൻ വിളിക്കാം. ലിഫ്റ്റിൻ്റെ
വലത് ഭാഗത്ത്. ആ വലതേതാണ്. വലത് ഭാഗത്ത് അടുത്തത് എന്തായിരുന്നു? 14. വാ മുകളിലോട്ടാണ്. ഇപ്പം എത്ര എണ്ണമായി? 14 കഴിഞ്ഞല്ലോ. പോയ എണ്ണം കൂടി. ആ അമ്മിട്ടേരാം. ഒരു ക്ലൂ നമ്മൾ സ്റ്റെയറിലാണ് വെച്ചിരുന്നത്. അവിടുന്ന് ഇച്ചിടെ റൂമിലേക്കുള്ള ഇതാട്ടോ. അപ്പോൾ അവന്മാരോട് ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സിജോന് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അവനവിടെ സെറ്റ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് റൂമിലേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ക്ലോസ് ആവാത്ത? ശാരദ കയ്യിലുണ്ടോ? എന്റെ മോളുടെ കയ്യിലുണ്ടല്ലോ. ശാരദ കയ്യിലുണ്ടോ? രണ്ടാമത്തെ കായലായ അഷ്ടമുടിക്കായ ഒഴുകുന്നത് എന്റെ നാട്ടിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ അഷ്ടമുടിക്കായൽ ഒഴുകുന്നത് എന്റെ നാട്ടിലാണ്. CID സാധനം കയ്യിലുണ്ടോ? കോഡ് മറുപടി കോഡ്. മറുപടി കോഡ് സാധനം കയ്യിലുണ്ട്. മറുപടി കോഡ് കിട്ടുന്നവരെയും അന്വേഷിക്കുക. തൃശ്ശൂരല്ല, കൊല്ലത്താ. അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തോണ്ട് ഇങ്ങോട്ടിറങ്ങിയതാ. ഇങ്ങോട്ടിറങ്ങിയാലേ പ്രവേശനമില്ല. ആളാരൊന്നും മനസ്സിലായില്ലേ? ഒന്നുകൂടി ചോദിച്ചേ. സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ടേ. വേഗം വാങ്ങിക്ക് പോവാ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. കിട്ടിയില്ലടാ.
അപ്പൊ കുടിക്കണം പിന്നെ കുടിക്കണം. അങ്ങനെ കാര്യമായിട്ടൊരു സാധനമൊന്നുമല്ല. ഇങ്ങനെ ഡൗണായിട്ട് എന്താ വാച്ചാ പഞ്ഞി പഞ്ഞി ഇതിങ്ങനെയാണ് കിളിക്കാൻ കണ്ടിട്ട് അതിലത്തെ ലോട്ടറി നമ്പർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയത്. അതിന്റെ പകുതി പിന്നെയും ശുഭം 2+3 ഞാൻ ഇവിടെ ഉണ്ട് 2+3 അല്ല 3 എടോ 6ന്റെ പകുതി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അപ്പൊ 6 അത് ഓരോന്നായിട്ട് കൂട്ട്. ആദ്യത്തെ ആൻസർ പറഞ്ഞേ. രണ്ടാമത്തത് ശൂന്യാച്ചാണോ? 3 പിന്നെ ശുഭം എന്ന് പറഞ്ഞ 0 ശൂന്യം ശുഭം ശൂന്യം 60 60 6ന്റെ പകുതി 3 പിന്നെ 2 രണ്ടാ ശൂന്യം 3 പിന്നെ ശൂന്യം അപ്പൊ 0 പിന്നെ 2+1 അപ്പൊ 3 അല്ലേ 3+3 6 303 നമുക്ക് 303 അവിടുന്ന് പിന്നെ പോയത് നമ്മൾ ഓഫീസിലേക്കാണ്. അപ്പോൾ സിജോൻ്റെ ഞാൻ 2 ഗിഫ്റ്റും ഒരുമിച്ച് തന്നെയാട്ടോ കൊടുത്തു വിട്ടിരുന്നത്, റൂമിലേക്കും ഓഫീസിലേക്കും വെക്കാനായിട്ട്. അവനത് കറക്റ്റായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ പോയി നമുക്കത് എടുക്കാം കേട്ടോ. ഇതും അഷ്ടമുടിക്കായലിന്റെ ഉടമസ്ഥന്റെ ഇല്ല. ആദ്യം 2 പേര് ഇരിക്കുന്ന സ്ഥലത്ത് പോയി നോക്ക്, എന്നിട്ടല്ലേ ബാക്കി കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം. അതാണ് പിന്നെ അടുത്തേൽ നോക്ക്, ഇനി ഉടമസ്ഥേൻ്റെ നോക്ക്. ഓഫീസിലുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് തന്നെയാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു മരത്തിൻ്റെ കീഴെ ഒരു ക്ലൂ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ടാട്ടോ ഇനി പോകുന്നത്. അപ്പോൾ ഇത് ഇവർ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഭൂമിക്കും ഇടയിൽ സങ്കടങ്ങൾ ഞാൻ നിലകൊള്ളുന്നു. ഒരു പച്ച അതുകൂട്ട കെട്ടിടം ഏതോ ഒരു ചെടിയുണ്ട് അതിന്റെ ഉള്ളിലുണ്ടാവും. ഇത് ശീലമായേ ചൂട് കൂടുന്നില്ല, ചൂടുണ്ട്. വാ വാ പൊന്നെ വാ. ആ ചൂടുണ്ട്. വാ അമ്മ എടുക്ക വാ. അമ്മേ
ഇവിടെ ഇനി വെട്ടവും ഇല്ലല്ലോ. ആ ചൂട് ചൂട് ദിനേശിന് ചൂട് കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ വാ വാ. ചൂട് 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 ചൂട്. എന്റെ പൊന്നിന് സംഭവിച്ചു. വായിക്കാം എന്നിട്ട് പോവാം. ഇവിടുത്തെ കവറട്ടി ചൂട് ഷൂ അല്ലടാ ചൂട്. അല്ല എന്താ ഇവിടുത്തെ കിട്ടിയില്ലെന്നോ? വേഗം ആവട്ടെ. ദാ ഏകദേശമൊക്കെ കഴിയാറായിട്ടോ. ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഒരു 2-3 ഗിഫ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാം. കാരണം നല്ലപോലെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹത്തിൽ ഇതൊന്ന് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ഇത്രയും പാട് കഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പലവർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. പിന്നെ ഇച്ചിക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ കൊടുക്കുന്നതും. എൻ്റെ കൂടെ അങ്ങനെ നിൽക്കാറുണ്ട്. ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാനും ഒക്കെ ആൾക്കും കൂടി ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ വാ. കട്ടില് ചുറ്റും നോക്ക്. ബ്ലാങ്കറ്റിന്നൊക്കെ എടുത്തു. ചൂട് 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 പോയി. കട്ടിലാണ്, തലവണിയല്ല. ചൂട് ചൂട് ചൂട്. തണുപ്പ്. ചൂട് 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 ചൂട്. ദിനേശിന് ചൂട്. അയ്യോ ഞങ്ങളുടെ പെട്ട് ചീത്താക്കിയേ. കഴിഞ്ഞിട്ട് എനിക്ക് മതിയായിട്ടാ. കണ്ടുപിടിക്കാനൊരു ഇൻട്രസ്റ്റ് വേണ്ടേ? എത്ര മനസ്സിലായ മൊബൈൽ ഫോണിലാ പൊതുവായി കിട്ടുന്നത് എന്താണ്? മൊബൈൽ ഷോപ്പ്. മെഡിക്കൽ ഷോപ്പിൽ കവർ. മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും അല്ലേ? മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും ഐ തിങ്ക് എന്താ മൊബൈൽ ഷോപ്പിൽ എന്ത് കിട്ടും? ഓക്കെ, മെഡിക്കൽ ഷോപ്പിൽ എന്ത് കിട്ടും? മെഡിസിന്റെ വേറെ വേർഷൻ. ടാബ്ലറ്റ് എവിടെ? നമ്മളെവിടെ ടാബ്ലറ്റ് വെക്കാറ്? എടക്കോരങ്ങ അത് മുഴുവൻ തായിട്ടാ. ഉള്ളിൽ വെച്ചാ പിന്നെ ഞാൻ എടുക്കും. പെട്ടെന്ന് ആ പൂങ്ങി
കുട്ടമ്പിള്ളേന്നല്ലേ പേര്. അത് ചോദിക്കണം. അയ്യോ അപ്പോൾ ക്ലൂസ് ഒക്കെ സോൾവ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഒന്ന് ഫ്രീ ആയി പായസമൊക്കെ ആയിട്ട് നമ്മളിതാ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും അയ്യോ ഇതായിരുന്നോ ഇത്ര കഷ്ടപ്പെട്ട് കൊടുത്തതെന്ന്. ഞാൻ ഇച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്താട്ടോ കൊടുത്തേക്കുന്നത്. ആൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസും പിന്നെ ഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ നോക്കി ആളുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ വലിയ വിലയൊന്നും വരാത്ത രീതിയിൽ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 29 ഗിഫ്റ്റ് ആട്ടോ ഇപ്പോൾ ഉള്ളത്. ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കാൻ കരുതി സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ്. ഓ ഇടാണോ കത്രിയാണോ? കല്യാണം കഴിഞ്ഞിട്ടേ ഗിഫ്റ്റ് നോക്കൂലേ. കഴിഞ്ഞ വൃത്തിലോട്ട് തുടങ്ങിയതാ. അതൊക്കെ ചൈന കൊണ്ടുപോകാൻ ചൈനയിൽ സ്ഥാനത്തെത്തി. ലൂസാണല്ലോടാ, ടൈറ്റല്ലല്ലോ, ലൂസല്ലേ. വർക്കിന് പോയിടാ പ്രതീക്ഷ പൈസ അല്ലേ. പവർബാങ്കോ ഐഫോൺ മറ്റേതാ. ഓ മൊബൈലിന്റെ ബാക്കിൽ വയ്ക്കുന്നത്. ഓക്കെ അടിപൊളിതാണ്. മനസ്സിലായതാണ്. ബോട്ട് ബോട്ടാ മുട്ട കുഞ്ഞ് ഞാൻ തല്ലൂട്ടാ. ഞാനും മിണ്ടാളും ആ 40 പേരും ആർക്കും വേണ്ട. ഞാനും മിണ്ടാളും ആ 40 പേരും പൂമരം കൊണ്ട് എടാ പൊന്നെ കടവന്നേടാ. ഗിഫ്റ്റൊക്കെ ഇതാ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ഞാനിതിൽ കാണിച്ചു തരാം. നമുക്ക് 2 കുട്ടി ബേബീസും നമുക്ക് 2 ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ അത് 2 മുത്തുമണികൾ നമുക്കായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഉച്ചയ്ക്ക് ആദ്യമായിട്ടായിരിക്കും എനിക്കത് വന്നപ്പോൾ തന്നെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് വെക്കാം കേട്ടോ. എനിക്കിതും നല്ല ഇഷ്ടമായി. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ. അപ്പോൾ 2 പേർക്കും എന്താ പറയുക താങ്ക്സ് പറയുകയാണ്. 2 ഗിഫ്റ്റും ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് ഇവന്മാർ വന്നപ്പോൾ വാങ്ങിച്ച് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. കൊടുക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday
dear Jesus, happy birthday to you. അപ്പോൾ ദാ നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റും കൂടി നമ്മൾ കൊടുക്കുകയാണ്. ലാസ്റ്റ് ഗിഫ്റ്റ് എത്തിയിരിക്കുന്നു ഗായ്സ്. This is the last and final surprise gift for Jesus. Yo, come on, bro. ഗസ് എന്തായിരിക്കും? ഗസ് ചെയ്യടാ, തുറക്കാതെ ഗസ് ചെയ്. ഈസ ഗസ് ചെയ്. നീ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോ എന്താ കൂടുതൽ ആഗ്രഹിക്കുന്നത്? പൊട്ടിച്ചോക്കല്ലേ ഇവിടെ കീറുന്നല്ലോ. അടിക്കടെ കീറുന്നുണ്ട്. എന്തായിരിക്കും പറ ചെഞ്ചമ്മേ. PS4. എന്ത് കഷ്ടപ്പെട്ട് വേണല്ലേ? ഇനി കൈ കളിക്കാൻ വേറെ പോകണ്ടല്ലോ അല്ലേ? തുറക്ക് അല്ലേ? ആണോ? തിരിച്ചു കാണിക്ക്. ഇവിടെ ഗെയിം കളിക്ക് ഇവിടെ വന്നാൽ അല്ല നീ ഇത്ര പൈസ തരിക? അറിഞ്ഞില്ലല്ലോ. ഞാൻ പുറത്തൊക്കെ കടച്ചു വെച്ച് ഞാൻ തെറ്റ് നടന്നല്ലേ? ഞാൻ പുറത്തൊക്കെ കടച്ചു വെച്ച് കിടക്കരുത്. ഇതിനുള്ളില് വേറെയാ പെട്ടി എനിക്കൊരെണ്ണം കിട്ടിയായിരുന്നു. വീഡിയോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പുതിയത് വാങ്ങാനും പ്ലാൻ ഉണ്ടായില്ല, പഴയത് വാങ്ങാന്നുള്ളതിൽ അറിയാം. ഇത് ഇവന് ഇത്തിരി വലുതായിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു. നിനക്കറിയാ ഞാനല്ലേ മേടിച്ചത്. നീ തുണി വാങ്ങിയതാ? ഞാനിത് നോക്കിയിരിക്കണം. സ്വപ്നം സ്വപ്നം കാണില്ല. നിന്നെ ടാബിൽ വെച്ചതാ? എടിക്കാശടാ. അടുത്തൊരു കൺസോൾ മേടിക്കണം കേട്ടോ ഞങ്ങൾ. ഇച്ചയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ ഇന്നൊരു പ്ലേ സ്റ്റേഷൻ. കുഞ്ഞിലെ പപ്പ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു PS2 ഇറങ്ങിയ ടൈമിൽ. അപ്പോൾ അതെന്നോട് എപ്പോഴും പറയൂ കേട്ടോ, ഇപ്പം അതെൻ്റെ CD ഒന്നും കിട്ടാനില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തവണ ഇത് തന്നെ വാങ്ങിക്കൊടുക്കണമെന്നുള്ളത്. അപ്പൊ എല്ലാം അങ്ങനെ ദാ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നുല്ലോ. അപ്പോൾ ഇച്ചയും ഭയങ്കര ഹാപ്പി ആയെന്ന് ഞാൻ കരുതണു. ഇച്ചിക്ക് സന്തോഷായ പറ, ഇവിടെ നോക്കി പറ. നീ എന്തെന്നാ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചല്ല, ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ദാ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതാ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ ഞാൻ. നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.